പെന്തക്കോസ്തിന്റെ കഴിഞ്ഞ തലമുറ ജീവിച്ചത് നിത്യതയുടെ വെളിപ്പാടിലാണ്. പെന്തക്കോസ്തിന്റെ ആരംഭം കണ്ട ഒരു കൂട്ടം പിതാക്കന്മാർക്ക് ഒരു കൂട്ടം മാതാക്കൾക്കറിയാം. ഇതാണ് പെന്തക്കോസ്തിന്റെ തനിമ. നമ്മുടെ പിതാക്കന്മാർ മാതാക്കൾ ഇറങ്ങിത്തിരിച്ചത് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ മാറിയുടുക്കാൻ വസ്ത്രമില്ലാത്ത നാളുകൾ പെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മത്തിയും തിന്നണമെന്ന് നിന്നയുടെ ഗാനങ്ങൾ പാടി പഴകിയ ആ കാലത്ത് അവരിറങ്ങിത്തിരിച്ചത് വീട് നേടാനല്ല, മാളിക നേടാനല്ല. പള്ളിയും പട്ടക്കാരും പാരമ്പര്യങ്ങളും ഒക്കെ ഉള്ളിടത്തുനിന്ന് കർത്താവിനെ കണ്ടിറങ്ങിയ മാതാപിതാക്കൾ അവരുടെ അകത്തേക്ക് കത്തിക്കാളിയ ദർശനം നിത്യതയുടെ ദർശനമാണ്. കുമ്മലാനന മണ്ണിൽ നിറങ്ങി അമ്മച്ചിക്ക് നേരെ ആർത്തിരമ്പി വന്ന പ്രതികൂലം പട്ടിണിയായിരുന്നു. വീട്ടിൽ നിന്ന് കത്ത് വന്ന അന്നമ്മേ, നിന്റെ പിതൃസ്വത്ത് വാങ്ങി പ്രേക്ഷിത വേല ചെയ്യേ. അമ്മച്ചി തിരിച്ചെഴുതി കൊടുത്തത് സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാണ്, മേലുള്ള ഋഷലയും നിത്യഗ്രഹം. വീട് കണ്ടിട്ടല്ല ഇറങ്ങിയത്, നിത്യ വീട് കണ്ടിട്ട് ഇറങ്ങിയത്. കർത്താവിന്റെ ദാസൻ CS മാത്യു എന്ന കരുത്തേറിയ ദൈവമനുഷ്യൻ തന്റെ 11 മക്കളിൽ 8 പേരെയും ശവമടക്കം നടത്തിയിട്ടും കർത്താവിന്റെ വേലയിൽ തെല്ലും പതരാതെ ചുവട് വെച്ച കർത്തൃദാസന്റെ മകന്റെ അടക്കം കഴിഞ്ഞ് വേദിയിൽ പ്രസംഗിച്ച് വിശ്രമിക്കുമ്പോൾ അന്ന് രാത്രി തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ രൂപം കണ്ട് പാടിയതെന്താ? എൻ പ്രിയനെ പോലെ സുന്ദരനായി ആരെയും ഞാൻ ഉള്ളിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല, മണ്ണയെ പ്രതി മാണിക്യം ഞാൻ വെടിയുകയില്ല. എത്ര തീവ്രമായ വരികളാണ്. നമ്മുടെ പ്രിയപ്പെട്ട PP മാത്യു എന്ന അഭിഷിക്തൻ തൻ്റെ സഹോദരൻ PP എബ്രഹാമിൻ്റെ ഏറ്റവും വേദനാജനകമായ അവസാന സമയത്ത് തൻ്റെ മുറിയിലേക്ക് എത്തി. തൻ്റെ സഹോദരൻ ക്യാൻസർ ബാധ രോഗിയായി മരിക്കാൻ കിടക്കുന്ന വേള അരികത്ത് വന്ന് PP മാത്യു എന്ന കർത്തൃദാസൻ ചോദിച്ചത്, ചായ ഈ സൈഡിലോട്ടൊന്ന് നീക്കി കിടത്തട്ടെ. പെട്ടെന്ന് തന്റെ അധരം ചലിച്ചു. താൻ പറഞ്ഞ പദം എന്താണെന്നറിയാമോ? നിനക്ക് കാണാൻ വയ്യടാ, എന്നെ കൊണ്ടുപോകാൻ ദൂതന്മാര് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും അവർക്കിരിക്കാൻ സ്ഥലം വേണ്ടായോ എന്ന വാക്ക് പറഞ്ഞ് പുഞ്ചിരിച്ച മുഖത്തോട് അവസാന ശ്വാസം വലിക്കുമ്പോൾ PP മാത്യു എന്ന കർത്തൃദാസൻ മാറിയിരുന്ന് പെട്ടെന്ന് അടക്കം എഴുതിത്തീർത്തതാണ്, ദൂത സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നു. അതിന്റെ അർത്ഥം എന്താ? എത്ര കരുത്തരായ കർത്തൃദാസന്മാർ കഴിഞ്ഞ തലമുറ പാടി പഴകിയത് നിത്യതയുടെ കത്തുന്ന ദർശനം പാട്ടിലൂടെ, പ്രസംഗത്തിലൂടെ, ജീവിതത്തിലൂടെ. അതല്ലേ ഇന്ന് രാത്രിയുടെ സന്ദേശത്തിന്റെ അകത്തുക. അവർ വിശ്വാസത്താൽ ജീവിച്ചു കാണിച്ചു, അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു. നിത്യതയുടെ വെളിപ്പാടിലുള്ള ജീവിതമെങ്കിൽ നമുക്ക് മുൻ തലമുറയും അത് കൃത്യമായി കാണിച്ചു തന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടത്തുകൂടിയ ഈ ആത്മിക സംഗമത്തിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന ഒരു ചെറിയ കൂട്ടത്തിന് പറയാൻ പറ്റും, ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ആ കേരളക്കരയുടെ കുഗ്രാമത്തിൽ യേശുവിന് വേണ്ടി ഇറങ്ങി വയറും മുറുക്കി കൊടുത്ത് കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് യേശുവിനെ പരിഭവം കൂടാതെ, വീടോ വസ്തുവോ കാറോ ബംഗ്ലാവോ അതൊന്നും നോക്കാതെ കർത്താവിനെ സന്തോഷത്തോടെ ആരാധിച്ച അമേരിക്ക എന്ന് കേട്ടിട്ടില്ല, കാനഡ എന്ന് കേട്ടിട്ടില്ല. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ യാതൊന്നും അറിയാതെ പോഷനെ പോലെ യേശുവിന് വേണ്ടി ഇറങ്ങി അവർ കണ്ട ദർശനം നിത്യത.